15 ലക്ഷം രൂപ കണക്കിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് പോയ ചെലവില് 13 ലക്ഷത്തിലധികം. ആ കാശ് നമ്മുടെ ഇതിൽ പോയതല്ലേ, നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് സർക്കാരിന്റെ കാശിൽ നിന്ന് പോയതല്ലേ. അപ്പൊ അതിന് ഉത്തരം വേണ്ടതല്ലേ. ഈ നമ്മുടെ ഗവൺമെന്റിനോട് ചെന്നിട്ട് പേപ്പർ ഹർജി സ്യൂട്ട് ചെയ്തിരിക്കുന്ന ഫയൽ ചെയ്തിരിക്കുന്ന ഒരാൾ ചെന്നിട്ട് ഞാൻ 126 കോടി രൂപ അയച്ച് ഇങ്ങോട്ടേക്ക് മെസ്സിനെ കൊണ്ടുവരാൻ, നിങ്ങളൊന്നും അറിയണ്ട, നിങ്ങൾ ഒന്ന് അവിടെ പോയി കണ്ട് ഇതിന്റെ കാര്യം തിരക്കിയാൽ മതി എന്ന് പറഞ്ഞ ഉടനെ നമ്മുടെ മന്ത്രി ഈ 13 ലക്ഷവും മുടക്കിയിട്ട് അവിടെ പോയി തിരിച്ചു വരുന്നു. പേപ്പർ ഹർജി ഫയൽ ചെയ്തിരിക്കുന്ന ഒരു മനുഷ്യനാണ്, പേപ്പർ സ്യൂട്ട് ഫയൽ ചെയ്തിരിക്കുന്ന ഒരു മനുഷ്യൻ 126 കോടി രൂപ മുടക്കാമെന്ന് പറയുന്നത് എന്ത്? ആ 90 ദിവസത്തെ കാലാവധി ആർക്ക് വേണ്ടി കൊടുത്തു? ആ 90 ദിവസത്തിനുള്ളിൽ നടത്തിയ കൊള്ള എന്നുള്ള രീതിയിലാണ് ആ ഒരു സംഭവം കൂടുതലായിട്ട് പൊങ്ങി വന്നത്. അല്ലാണ്ട് ഇഷ്ടമില്ലാത്ത അച്ചി വന്ന് തൊട്ടത് കൊണ്ടാണോ അത്? സർ, ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡോ അഗസ്റ്റിന്റെ റിപ്പോർട്ടർ ചാനലിനെതിരെ മനോരമയിൽ വന്നൊരു ന്യൂസ്. മനോരമ മാത്രമല്ല, ഒരുവിധം എല്ലാ മാധ്യമങ്ങളും പറയുന്ന സെയിം ന്യൂസ് തന്നെ. ആൻഡോ അഗസ്റ്റിൻ 126 കോടി രൂപ പറ്റിച്ചു. ആ ഹെഡിങ്ങിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നലെ ചോദ്യം ചെയ്തത്. നമ്മൾ അതിനെക്കുറിച്ചാണ് വീഡിയോ ചെയ്തത്. പക്ഷെ അതിൽ താങ്കൾ തന്നെ പറയുന്നുണ്ട് നമ്മൾ ഒരിക്കലും ആൻഡോ അഗസ്റ്റിനെ മരമുറി കൊള്ളയോ അതിനെ ഒന്നും നമ്മൾ ന്യായീകരിച്ചിട്ടില്ല. നമ്മൾ പറഞ്ഞത് ഇതേ വിഷയം മാത്രമാണ്. ആ തലക്കെട്ടിലെ സംഭവം എന്താണ്, ആരെ പറ്റിച്ചു എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. പക്ഷെ ഒരുപാട് പേരുടെ കമന്റുകളും അല്ലെങ്കിൽ പുറത്തുനിന്നൊക്കെ അറിയാൻ പറ്റിയത് വെച്ചിട്ട് എന്തിനാണ് ഇങ്ങനെ മരമുറി ചാനലിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. അതിലൊരു വിശദീകരണം ആവശ്യമാണെന്ന് തോന്നുന്നു. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്, താങ്കൾ ഇപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, എൻ്റെ തിരിച്ചുള്ളൊരു ചോദ്യത്തിന് താങ്കളൊന്ന് മറുപടി. ഈ മരമുറി കൊള്ള എന്ന് പറയുന്ന വാക്ക് താങ്കൾ ആദ്യമായിട്ട് കേൾക്കുന്നപ്പോഴാണ്? മാധ്യമങ്ങളിൽ വന്നപ്പോൾ. ഈ റിപ്പോർട്ടർ ചാനലിന്റെയും ആൻഡോ അഗസ്റ്റിന്റെയും കേസ് വന്നപ്പോൾ ആണല്ലോ. അതെ. അതിനു മുമ്പ് കേരളത്തിലൊന്നും മരം മുറിച്ചിട്ടില്ലേ? മുറിച്ചിട്ടുണ്ട്. പക്ഷെ അന്നേരം ഒന്നും ഒരു മരമുറി കൊള്ളയും ഉണ്ടായില്ല. ഇല്ല. അതവിടെ നിൽക്കട്ടെ, അത് കുഴപ്പമില്ല, ഇത്രയും കേട്ടാൽ മതി, അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന് പറയണ പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇഷ്ടമില്ലാത്ത ആളുകൾ വരുമ്പോൾ നമ്മൾ ഇതുപോലെയുള്ള വേടക്ക കോയിൻ ചെയ്യും. അതിൽ തെറ്റില്ല, അത് കുഴപ്പമില്ല. കാരണം പിന്നെ താങ്കൾ പറഞ്ഞാൽ മരമുറിക്കുള്ളേ ഞാൻ ന്യായീകരിക്കാത്തത്, ഞാൻ അതിനെക്കുറിച്ച് വിശദമായി നോക്കാത്തത് കൊണ്ടിട്ടാണ്, എനിക്ക് അതിന് സമയമില്ലാത്തതുകൊണ്ടാണ്. ഒരു കാര്യം പറഞ്ഞോട്ടെ, മരമുറിക്കുള്ള നമ്മൾ ഇതിനു മുന്നേ ചർച്ച ചെയ്തില്ലെന്ന് പറയുമ്പോൾ അവിടെ ഒരു വ്യത്യാസം വരുന്നത്, മരം മുറിച്ചിട്ടുണ്ട്, പക്ഷെ ആ ഒരു സമയത്തായിരുന്നു രാജകീയ മരങ്ങൾ മുറിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടൊരു ഓർഡർ വരുന്നത്. അതിന്റെ ഇടയിൽ ഇത്തരം മരങ്ങൾ മുറിക്കാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്നൊരു കത്ത് വരുന്നു, അല്ലെങ്കിൽ ഒരു ഓർഡർ വരുന്നു. അതൊരു 90 ദിവസം കഴിഞ്ഞിട്ടാണ്. അതിന്റെ കൂട്ടത്തിൽ ഇപ്പോൾ പലരും പറയണ പോലെ പെട്ടെന്നൊരു സംഭവം കൂടി വരുന്നുണ്ട്. അങ്ങനെ മുറിക്കുന്നതിനിടയിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണെങ്കിലും ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കാമെന്ന് പറഞ്ഞിട്ട് അത്തരത്തിലൊരു വിചിത്രമായ ഉത്തരവ് അവിടെ വരികയും ആ ഒരു 90 ദിവസത്തെ കാലാവധി കൊടുക്കുകയും ആ 90 ദിവസത്തിന് ശേഷം മാത്രം ഈ സംഭവം പിൻവലിക്കുകയും ചെയ്തുകൊണ്ടാണ്. ആ 90 ദിവസത്തെ കാലാവധി ആർക്ക് വേണ്ടി കൊടുത്തു? ആ 90 ദിവസത്തിനുള്ളിൽ നടത്തിയ കൊള്ള എന്നുള്ള രീതിയിലാണ് ആ ഒരു സംഭവം കൂടുതലായിട്ട് പൊങ്ങി വന്നത്. അല്ലാണ്ട് ഇഷ്ടമില്ലാത്ത അച്ചി വന്ന് തൊട്ടത് കൊണ്ടാണോ അത്? ആണ്. ഞാൻ മറുപടി പറയാം. 90 ദിവസത്തേക്ക് അന്നത്തെ ഗവൺമെന്റ് സെക്രട്ടറി ആയിരുന്ന, പിന്നീട് ഇപ്പോൾ ചീഫ് സെക്രട്ടറി ആയി മാറിയിട്ടുള്ള ജയതിലക് വളരെ വിചിത്രമായിട്ടുള്ള ഒരു ഉത്തരവ് എന്ത് ചെയ്തു, പുറപ്പെടുവിച്ചു. അത് യാഥാർത്ഥ്യമാണ്. ഓക്കെ, ശരി, സമ്മതിച്ചു. തിരിച്ചെൻ്റെ ഒരു ചോദ്യമുണ്ട്, അതൊന്ന് കേൾക്കണേ. വളരെ വിനീതമായിട്ട് പ്രേക്ഷകരോട് എനിക്ക് അഭ്യർത്ഥികൾ തിരിച്ചെന്നെ ചോദിക്കണം. ആരായിരുന്നു അന്നത്തെ മിനിസ്റ്റർ ഫോറസ്റ്റില്? ശശീന്ദ്രൻ. കെ രാജു ആയിരുന്നു. കെ രാജു ആരായിരുന്നു? CPIയുടെ മന്ത്രിയായിരുന്നു. CPIയുടെ മന്ത്രി അറിയാതെ ഈ പറയുന്ന ജയതിലക് ഉത്തരവിട്ടതാണോ? അല്ല. അങ്ങനെ ഉത്തരവിട്ടാകാൻ സാധ്യതയില്ലല്ലോ. സാധ്യത തീരെ കുറവാണ്. അപ്പൊ കെ രാജുവിനും CPIക്കും ഇതിന്റെ ഒരു പഴി പോലും കേൾക്കേണ്ടി വരാത്തത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞേ? CPIക്കെതിരെ പഴി കേൾക്കുന്നില്ലെന്ന് ആര് പറയുന്നു? CPIക്കെതിരെ ഒരു പഴിയും കേട്ടിട്ടില്ല. ഒരു വാർത്ത എടുത്തൊന്ന് കാണിച്ചത് താങ്കള്. ഇത് യഥാർത്ഥത്തിൽ CPIയോ CPIയുടെ സെക്രട്ടറിമാരായിട്ടുള്ള ഈ ബിനോയ് വിശ്വവും അതിനു മുമ്പ് ഇരുന്നിട്ടുള്ള നിരവധി സെക്രട്ടറിമാരും ഇതിലൊരു മറുപടിയും പറയേണ്ടി വന്നിട്ടില്ല. ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, ഇതൊന്നും കേട്ടാ, ആ ഉത്തരം പിന്നീട് ആലോചിച്ച് പറഞ്ഞാലും മതി, കുഴപ്പമില്ല. ഞാൻ 2-3 ദിവസം ഇവിടെ ഉണ്ട്, അപ്പോൾ പറഞ്ഞാൽ. ഇനി രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, എൻ്റെ ചോദ്യം, ഈ 90 ദിവസത്തിനുള്ളിൽ മുറിക്കപ്പെട്ട മരങ്ങൾ എത്ര എണ്ണം ഉണ്ട്? ഗവൺമെന്റ് കണക്കെടുത്തിട്ടുണ്ടോ? ആ മുറിച്ചത് ആൻഡോ അഗസ്റ്റിനും കൂട്ടരും മാത്രമാണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ പറയുന്നതിന് എനിക്ക് എതിർപ്പില്ല. എൻ്റെ പൊന്ന് ഐശ്വര്യ, താങ്കളോട് ഞാൻ സത്യസന്ധമായി പറയുകയാണ്, ഇതിൻ്റെ പിറകിൽ ഈ ആൻഡോ അഗസ്റ്റിൻ മുറിച്ചിട്ടുള്ളതിനേക്കാൾ നിരവധി ആളുകൾ വേറെയും മരങ്ങൾ മുറിച്ചിട്ടുണ്ട്. പക്ഷെ അവരൊന്നും ലൈം ലൈറ്റിലേക്ക് വരാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ,
നമ്മുടെ മാധ്യമങ്ങൾക്ക് അതൊന്നും ലൈവ് ലൈറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ച് യാതൊരു ആവശ്യവും ഇല്ല. അത്ര ഉള്ള കാര്യം. അല്ല അതൊരു സൈക്കോളജിയാണത്. അല്ല പറഞ്ഞോട്ടെ, അത് സൈക്കോളജി ഉണ്ടെന്ന് സംഭവിച്ചു. സൈക്കോളജി ഉണ്ട്. അതിപ്പോ ഈ മോഹൻലാൽ വെള്ളം ഒടിച്ച് വണ്ടി ഓടിച്ചു, അങ്ങനെ പിടിച്ചു എന്നൊരു വാർത്ത വന്നു കഴിഞ്ഞാല് ഒരുപാട് പേര് എല്ലാ ദിവസവും വെള്ളം ഒടിച്ച് വണ്ടി ഓടിക്കുന്നവരെ പിടിക്കുന്നു. അവിടെ ഒരു കമ്പാരിസൺ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നമുണ്ട്. മോഹൻലാലോ മമ്മൂട്ടിയോ അങ്ങനെ വെള്ളം ഒടിച്ച് വണ്ടി ഓടിച്ച് പിടിച്ചാൽ അതൊരു വാർത്തയാണ്. കാരണം എന്ന് വെച്ചാൽ അവര് ആരാധിക്കപ്പെടുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഈ പറയുന്ന പോലെ വളരെ ആരാധനയോട് നോക്കിക്കാണുന്ന ഒരു നടന്മാരാണ്. അവർ ഏതെങ്കിലും ഒരു മേഖലയിൽ വലിയ പ്രാഗൽഭ്യം തെളിയിച്ചവരാണ്. ആൻഡ് ഓഗസ്റ്റിന്റെ എന്താണ് പ്രാബല്യം, എന്താണ് കേരളീയ സമൂഹത്തിൽ വണ്ടി ഓടിച്ച് പിടിച്ചത്, വെള്ളടിച്ച് വണ്ടി ഓടിച്ചു സമ്മതിച്ചു. അല്ല എന്റെ ചോദ്യം തിരിച്ച് ഹെൽനോസ് പാട്ടക്കും ഫോളോവേഴ്സ് ഉണ്ട്, അതുകൊണ്ടാണ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ആ സബ്സ്ക്രൈബേഴ്സ് ഉള്ളതുകൊണ്ടാണ് അത് വാർത്തയാവുന്നത്. എന്റെ ചോദ്യം, ആൻഡോ ആഗസ്റ്റിന് അങ്ങനെയുള്ള ഒരു പ്രത്യേകത പറഞ്ഞു തന്നെ, മുട്ടിൽ ബ്രദേഴ്സിന് അങ്ങനെയുള്ള ഒരു പ്രത്യേകത പറഞ്ഞു തന്നെ. അവര് ക്രിക്കറ്റുകാരാവണമെന്നില്ല, കുപ്രസിദ്ധിയുള്ളവർക്കുമാകാം. മാംഗോ ഫോണിന്റെ കാര്യത്തിലും കുപ്രസിദ്ധനായിരുന്നു അദ്ദേഹം. അല്ല ഒരു കാര്യം, എനിക്ക് ആ കാര്യത്തിൽ തർക്കമില്ല. കാരണം എന്ന് വെച്ചാൽ മുട്ടിൽ മരമുറി കേസിൽ അവർ പ്രതികളാണ്. അവരെ പോലീസ് അറസ്റ്റ് ചെയ്തതാണ്, അവർ ജയിലിൽ കിടന്നതാണ്. ആ ജയിലിൽ കിടന്നതിന് ശേഷം അവർ പുറത്തേക്ക് എന്ത് ചെയ്തവരാണ്, വന്നവരാണ്. ആ കേസ് നടക്കട്ടെ. നമ്മളതിന് ഇതേവരെ ഒരു വാചകവും പറഞ്ഞിട്ടില്ലല്ലോ. ഈ കഴിഞ്ഞ വീഡിയോയിൽ പോലും ഇവരുടെ മാംഗോ ഫോണിന്റെ കേസോ മുട്ടിൽ മരമുറി കേസോ ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ആ കേസുകൾ പോലും വ്യാജമാണോ എന്ന് നമുക്ക് സംശയിക്കാവുന്ന ഒരു സാഹചര്യം ഇപ്പം ഉണ്ട്. ആ സാഹചര്യം എന്താണെന്ന് അറിയാമോ? ഇവർക്കെതിരെ 260 കോടി രൂപ, ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു ആ ചോദ്യം, 260 കോടി രൂപ ഇവരെന്ത് ചെയ്തു, പുറത്തേക്ക് കൊടുത്തു. മറ്റേ 126 കോടി രൂപ എന്ത് ചെയ്തു, പുറത്തേക്ക് കൊടുത്തു. AFAയുടെ ഇതിനു വേണ്ടി കൊടുത്തു എന്നാണ് പറയണത്. ഈ കാര്യത്തിലുള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞു തന്നെ. 126 കോടി രൂപ കൊടുക്കാൻ ഇവരെ ആരാണ് ഏർപ്പാടാക്കിയത്? ഗവൺമെന്റിന് വേണ്ടിയിട്ട് മെസ്സിയെ കൊണ്ടുവരാമെന്ന് തീരുമാനിക്കാൻ, അല്ലെങ്കിൽ ഗവൺമെന്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് ഇവരാരാണ്? ഗവൺമെന്റിന് വേണ്ടി പ്രവർത്തിക്കാനല്ലോ ചെയ്തത്. കേരള സർക്കാരും കൂടി അറിഞ്ഞുകൊണ്ടുള്ള കുഴപ്പമില്ല. ഗവൺമെന്റിന് വേണ്ടി ഗവൺമെന്റ് ഇവരെ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്തു എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. അതായത് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു വെഞ്ചർ എന്ത് ചെയ്തുകൂടെ, നടത്തിക്കൂടെ എന്ന് ചോദിച്ചുകൊണ്ട് ഇവരെ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്തു, ഇല്ലെങ്കിൽ ഇവരങ്ങോട്ട് അപ്രോച്ച് ചെയ്തു. ഇവരങ്ങോട്ട് അപ്രോച്ച് ചെയ്തു. ഇവരുടെ കയ്യിൽ 126 കോടി രൂപ കൊടുത്തല്ലോ. എൻ്റെ ഒരൊറ്റ ചോദ്യമുള്ളൂ, താങ്കൾ പറഞ്ഞ പോലെ ഗവൺമെന്റിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇവരാരാണ് എന്നൊക്കെ നമുക്ക് ചോദ്യം ചോദിക്കണമെങ്കിൽ ആദ്യമേ തന്നെ താങ്കളും ഞാനും കൂടി സെക്രട്ടേറിയറ്റിൽ പോയിട്ട് ഇതിന്റെ മുഴുവൻ ഫയലുകൾ എടുത്ത് പരിശോധിക്കണം. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഫയലും പരിശോധിക്കപ്പെട്ടിട്ടില്ല. ആകെ പരിശോധിച്ചത് ഇപ്പൊ N പ്രശാന്ത് എന്ന് പറയുന്ന കായിക വകുപ്പിന്റെ സ്പെഷ്യൽ സെക്രട്ടറിയുടെ ഒരു റിപ്പോർട്ട് ഇപ്പം എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് അതിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മുഖവിലക്കെടുക്കാൻ കഴിയാത്തതിന്റെ കാരണം അതിൽ ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്. എന്ന് പറഞ്ഞാൽ തികഞ്ഞ അവധാനതയോടുകൂടി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടല്ല അത്. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, അങ്ങനെ അന്വേഷിച്ച് ഗവൺമെന്റ് നടപടിയെടുക്കുമെങ്കിൽ അത്തരത്തിൽ പ്രൊസീജിയർ ലാപ്സസ്, നടപടിക്രമങ്ങളിലെ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തിനാണ് മടിക്കുന്നത്? ഗവൺമെന്റ് ഒരു ദ്രുതഗതിയിലുള്ള അന്വേഷണം നടത്തി കാര്യങ്ങൾ പുറത്തേക്ക് വിട്ടെ, നമുക്ക് അതിനും കുഴപ്പമില്ല. എൻ്റെ ചോദ്യം വളരെ ലളിതമാണ്. നിങ്ങൾ ഒരാളെ കുറിച്ച് തട്ടിപ്പ് എന്ന് എഴുതുമ്പോൾ, ഇപ്പൊ ഐശ്വര്യ ഒരാളെ തട്ടിച്ചു എന്ന് പറയുമ്പോൾ വേറൊരാളുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടാകണം, ആ പണം ഐശ്വര്യക്ക് കിട്ടിയിട്ടുണ്ടാണ്. അല്ലാതെ ഞാനോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന വേറെ ആരെങ്കിലോ ചെന്നിട്ട് കടലിലേക്ക് 100 രൂപ എറിഞ്ഞ് കളഞ്ഞിട്ട് താങ്കൾ പറ്റിച്ചു എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ആരെയാണ് പറ്റിച്ചത് എന്ന് പറയുന്നതിന്റെ ചോദ്യത്തിന് മറുപടി എന്നാണ്. ഒരു മിനിറ്റ്. ആ ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടി ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ ഈ പറയുന്ന പോലെ വേറെ കാടും പടലും തള്ളുക എന്ന് പറയുന്ന പണി ചെയ്യാതെ നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു കാര്യം മാന്യമായി സമ്മതിക്കണം. ആ ചോദ്യത്തിന് എനിക്ക് മറുപടിയില്ല. ഇതേ ബാക്കി ചർച്ച ചെയ്യാം. ഇല്ല, ഈ ചോദ്യത്തിന് എനിക്ക് മറുപടിയില്ല. 126 ഇത് താങ്കളോട് മാത്രമുള്ള ചോദ്യമല്ല, ബാക്കി ആർക്കും മറുപടിയില്ല. കേരളത്തിലെ മാധ്യമങ്ങൾക്കോ ഇതിനെതിരെ ചില ആളുകളൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്. അതായത് ഇതിൽ ദർ ഈസ് നോ ആംബിഗ്വിറ്റി എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിലൊരു അവ്യക്തതയില്ല, ഇത് യഥാർത്ഥത്തിൽ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ആകെ ചെയ്യേണ്ടത് കേരള പോലീസിലെ 2 കോൺസ്റ്റബിൾ അല്ലെങ്കിൽ ആൻഡ് ഓഗസ്റ്റിനോട് കയറാൻ പറയുക വണ്ടിയിലേക്ക്. ഇത് മാത്രമേ വേണ്ടുള്ളതാണ്. എൻ്റെ ചോദ്യം വളരെ ലളിതമാണ്. നിങ്ങൾ ഒരു വാർത്ത കൊടുക്കുമ്പോൾ, നാളെ ഐശ്വര്യ ആണെങ്കിലും X ആണെങ്കിലും Y ആണെങ്കിലും വാർത്ത കൊടുക്കുമ്പോൾ നിങ്ങൾ ആ തട്ടിപ്പൊക്കെ ഒഴിവാക്കും. നിങ്ങൾ ഇതുപോലെ വാർത്ത കൊടു, നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല, ഫൈൻ. നിങ്ങൾ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ്, താല്പര്യപത്രം ക്ഷണിച്ചിട്ടില്ല, ടെൻഡർ കൊടുത്തിട്ടില്ല, പറ, കുഴപ്പമില്ല. കുഴപ്പമില്ല. നിങ്ങൾ ഫാക്ട് എന്ത് ചെയ്യൂ, പറയൂ. നിങ്ങളുടെ വാർത്ത 3 മിനിറ്റ് മറ്റേ 3 രൂപ പത്രം മേടിച്ച് 4 രൂപ പത്രം കൊടുത്ത് മേടിക്കുന്ന എനിക്ക് നിങ്ങൾ ഫാക്റ്റാണ് തരേണ്ടത്. അല്ലാതെ നിങ്ങളുടെ മറ്റേ അപസർപ്പൊക്കെ കഥ എന്ത് ചെയ്യരുത്, കൂട്ടിത്തരരുത്. അത്രോ പറഞ്ഞുള്ളൂ.
അല്ല, ഉറപ്പായിട്ടും ഇപ്പോ സാർ പറഞ്ഞതിൽ എനിക്ക് 126 കോടി ആരെ പറ്റിച്ചു എന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും മറുപടി ഇല്ല. അത് അറിയാവുന്നവർ പറഞ്ഞു തന്നാൽ എനിക്ക് സന്തോഷം. അത്തരത്തിൽ ആരെങ്കിലും പറഞ്ഞു തരാം. ഇനി ഒരു കാര്യം കൂടി സത്യസന്ധമായി പറയുമെങ്കിൽ ഒരു ചോദ്യം കൂടി. യഥാർത്ഥത്തിൽ ഞാൻ ഈ ചോദ്യം ഉന്നയിക്കുന്നതിന് മുമ്പ് ഐശ്വര്യ അടക്കം വിചാരിച്ചില്ല എന്തോ തട്ടിപ്പെടുന്നുണ്ടെന്ന്. ഉറപ്പായിട്ടും അതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് സത്യാവസ്ഥ എനിക്ക് അതാണ് ആ വാർത്തയുടെ കുഴപ്പം. അതായത് വാർത്ത എന്ത് ചെയ്യാണ്, പുകമറ സൃഷ്ടിക്കുകയാണ്. അത് ചെയ്യരുത്, അത് തെറ്റാണ്. ഞാൻ പറയുന്നത് ആൻഡ് ഓഗസ്റ്റ് ആയിക്കോട്ടെ, എക്സ് ആയിക്കോട്ടെ, രതീഷ് ചക്രവർത്തി ആയിക്കോട്ടെ, ഐശ്വര്യ ആയിക്കോട്ടെ, വെറുതെ ഒരു നിങ്ങളുടെ കയ്യിലൊരു സിസ്റ്റം ഉണ്ടെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ചൊരു പുകമറ സൃഷ്ടിക്കരുത്. അത്ര പറഞ്ഞുള്ളൂ, വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല. പിന്നെ ആ പുകമറ നിങ്ങൾ സൃഷ്ടിച്ചാൽ അതിന്റെ കൂടെ ചേർന്ന് കൊന്നുകൂടി അവിടെ കലക്കേക്കാന്ന് രതീഷ് ചക്രവർത്തി വിചാരിക്കില്ല. അത്രേ ഉള്ളൂ, എന്നെ വിട്ടേക്ക്. ഇല്ല സാർ, തീർച്ചയായിട്ടും ഈ ഇപ്പൊ സാറ് ചോദിച്ച ചോദ്യത്തിന് എനിക്ക് ഉത്തരവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. അത് ആരെങ്കിലും പറഞ്ഞു തരുവാണെങ്കിൽ, എനിക്ക് ഒരു വ്യക്തത തരുവാണെങ്കിൽ എനിക്ക് സന്തോഷം. വിചാരിക്കരുത്, താങ്കൾക്ക് അറിവില്ലായ്മ കൊണ്ടല്ല, അവർക്ക് അതിന് ഉത്തരവ് ഇല്ലാത്തതുകൊണ്ടാണ്. ആയിക്കോട്ടെ, പക്ഷെ ഇതില് മറ്റു ചോദ്യങ്ങൾ നമ്മൾ മാറ്റി നിർത്താനും പറ്റില്ല. മറ്റു ചോദ്യങ്ങൾ ആൻഡോ അഗസ്റ്റിൻ നല്ല ഒരു പ്രശ്നമില്ലാത്ത കറകളഞ്ഞ മനുഷ്യനാണെന്നൊന്നുമില്ല. മരമുറി കൊള്ളയാണെങ്കിലും കാര്യങ്ങളും അതിലൊക്കെ അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള ആളാണ്. ആ രീതിയൊക്കെ അപ്പുറത്ത് മാറ്റി നിർത്തിയിട്ട് ഇപ്പുറത്തേക്ക് ചോദിക്കുമ്പോൾ നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞു ഒരു 45 രൂപയുടെ ചായയുടെ കണക്ക് പറഞ്ഞു. അത് മാത്രമേ സർക്കാരിന് നഷ്ടം വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഈ മെസ്സിനെ കൊണ്ടുവരുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അബ്ദുറഹ്മാൻ അദ്ദേഹം പോയിട്ട് വിദേശ രാജ്യം സന്ദർശിച്ചിട്ട് ഒരു 15 ലക്ഷം രൂപ കണക്കിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ട് പോയ ചെലവില് 13 ലക്ഷത്തിലധികം. ആ കാശ് നമ്മുടെ ഇതിൽ പോയതല്ലേ, നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് സർക്കാരിന്റെ കാശിൽ നിന്ന് പോയതല്ലേ. അപ്പൊ അതിന് ഉത്തരം വേണ്ടതല്ലേ. ബ്രില്യൻ്റായ ചോദ്യമാണെന്ന് വിചാരിക്കുന്ന ഒരു ചോദ്യമാണെന്ന് ആ കേൾക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് തോന്നും. പക്ഷെ ഒന്നുകൂടി ആലോചിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും ഇത് എത്ര അബദ്ധമാണ്. ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ താങ്കളായതുകൊണ്ട്. ഞാൻ അല്ലെങ്കിൽ കുറച്ചുകൂടി കടുത്ത വാക്കുകൾ എത്ര മണ്ടത്തരമാണെന്ന് പറയാനാണ് ഞാൻ വന്നത്. അപ്പൊ പറഞ്ഞുതരാം. നമ്മുടെ പ്രധാനമന്ത്രി എത്ര വിദേശ യാത്രകൾ നടത്തിയിട്ടുണ്ട്, അതിൽ നിന്ന് ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ള ലാഭം എന്താണ് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? പുള്ളി ഹൂസ്റ്റണിൽ പോയി അമേരിക്കയിൽ പോയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡൊണാൾഡ് ട്രംപിന് വേണ്ടി മറ്റേ എലക്ഷൻ പ്രചരണം വരെ നടത്തിയിട്ടുണ്ട്. ആ പ്രചരണം നടത്തിയപ്പോൾ പുള്ളി ഇട്ടിരുന്ന 10 ലക്ഷം രൂപയുടെ കോട്ട് ചെയ്യണേ, 10 ലക്ഷം രൂപയിൽ കൂടുതലുള്ള കോട്ടും ഇവിടെ നിന്ന് പോയ ചെലവും എത്ര ഉണ്ടാവും എന്നുള്ളത് താങ്കളൊന്ന് ഉദ്ദേശിച്ച് നോക്കിയാൽ മതി. മിനിമം ഒരു 5 കോടി രൂപ വരുമല്ലോ. അപ്പൊ ഇത്തരത്തിൽ പോകുന്ന ഒരു പഠനത്തിന് വേണ്ടി, ഒരു കാര്യം അറിയാൻ വേണ്ടി, ഒരു പ്രാരംഭ ചർച്ചകൾക്ക് വേണ്ടി പോകുന്നതിന്റെ കണക്ക് ചോദിച്ചാൽ ഒരു ഗവൺമെന്റിനും പറഞ്ഞുതരാം. ഒരു പ്രൊജക്ട് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നു, ആ പ്രൊജക്റ്റിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി പോകുന്നു. ആ പഠിച്ചതിന് ശേഷം നമ്മൾ ചിലപ്പോൾ തീരുമാനിക്കുന്നത് എന്താ, ഒരു മിനിറ്റ് ആ പ്രൊജക്ട് വേണ്ടെന്ന് വെക്കാം, ചിലപ്പോൾ നടപ്പിലാക്കാം. വേണ്ടെന്ന് വെച്ചാൽ അത് നഷ്ടമാണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു കമ്പനിയുടെ സിഇഒ, ഒരു ചീഫ് എക്സിക്യൂട്ടീവോ, ഒരു മന്ത്രിയോ ആരെങ്കിലും ഇതുപോലെ ഈ കേരളം ഉണ്ടായ സമയം മുതൽ നിരവധി തവണ, പ്രത്യേകിച്ചും UDF-ന്റെ മന്ത്രിമാർ ഇതുപോലെ വിദേശത്ത് പോയിട്ടുണ്ട്. ആ വിദേശത്ത് പോയതിനൊക്കെ കണക്ക് നിങ്ങൾ കൃത്യമായിട്ട് എടുത്ത് പറയാൻ തയ്യാറാണെങ്കിൽ അതെല്ലാം നഷ്ടമാണ് എന്ന് പറയുന്നതിന്റെ ഒപ്പം ഇതും കൂടി യഥാർത്ഥത്തിൽ ഒരു കാര്യം കൂടി പറയാം. അബ്ദുറഹ്മാൻ ഞാൻ അറിയുന്നിടത്തോളം വെച്ച് അദ്ദേഹം വളരെ മാന്യനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തിന് വിദേശത്ത് പോകണമെന്നുണ്ടെങ്കിൽ പോകാനുള്ള സാമ്പത്തികവും കാശും ഒക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ ഉണ്ട്. പക്ഷെ അതൊന്നും ഇല്ലാത്ത ആളുകൾ പോലും ഇവിടെ നിന്ന് ട്രിപ്പ് അടിക്കുകയും പോവുകയും വളരെ അർമാദിച്ച് ജീവിക്കുകയും അവിടെ നിന്ന് ഒരിനും പഠിക്കാതെ തിരിച്ചു പോരുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രൊജക്ട് എന്താ ഒരു കാര്യമുള്ളത്, മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടി ഇപ്പോൾ ഉള്ള പ്രാരംഭ ചർച്ചകൾക്ക് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്യുന്നു, പോകുന്നു. ആരുടെ വാക്ക് കേട്ട്? സ്പെയിനില് ഈ പറയുന്ന ആളുടെ വാക്ക് കേട്ട് അല്ല, ഇത് ഗവൺമെന്റിന്റെ തന്നെ പദ്ധതിയാണ്. ഗവൺമെന്റിനോട് ആരേത് പറഞ്ഞത്? ഇയാളല്ലേ? അല്ല, ഗവൺമെന്റ് അങ്ങോട്ടാണ് പറഞ്ഞതെന്നാണ് ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞത്. ഗവൺമെന്റ് അങ്ങോട്ടാണ് പറഞ്ഞതെന്നാണ് പറഞ്ഞത്. ഇനി ഗവൺമെന്റ് ഒരു കാര്യം കൂടി, ഇനി ആൻഡോ അഗസ്റ്റിൻ എന്ന് പറഞ്ഞു എന്ന് തന്നെ വിചാരിക്കും. ആൻഡോ അഗസ്റ്റിൻ പറയുന്ന ഒരു ഐഡിയ നല്ലതാണ് എന്ന് ഞാൻ മന്ത്രിയായിരിക്കും എനിക്ക് തോന്നിയാൽ ഞാൻ പോകുന്നേ. നിങ്ങൾ എന്തീ പറയണ? എനിക്ക് നല്ലതാണെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ എന്ത് പോകും? ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും വിവിധ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാര് നടത്തുന്ന വിദേശ യാത്രകളും അതിൽ നിന്നുള്ള പ്രോഫിറ്റും ഒക്കെ നോക്കിയാണ് പ്രശ്നം തോന്നുന്നത്. എനിക്കുൾപ്പെടെ എനിക്ക് ചെറിയ എന്റെ ഇതിൽ തോന്നുന്ന പ്രശ്നം തോന്നുന്നത്, മരമുറി കൊള്ള കേസിൽ പ്രതിയായിട്ടുള്ള ഒരാൾ വന്നിട്ടൊരു കാര്യം പറയുമ്പോൾ അതിൽ വിശ്വസിച്ച് ആ പ്രൊജക്ടിന് വേണ്ടിയിട്ട് ഒരു മന്ത്രി വിദേശത്ത് പോകുന്നു. അതിലെന്താണ് ലോജിക്? പറഞ്ഞുതരാം. ഈ മരമുറി കൊള്ള കേസിലെ പ്രതി എന്ന് പറയുന്നുണ്ടല്ലോ താങ്കൾ. ഓക്കെ, ഒന്ന്, താങ്കളുടെ കൺസെപ്റ്റ് പ്രകാരം ഒരാൾ ഒരു കേസിൽ പ്രതിയായാൽ അയാൾ മഹാഭൂലോക വൃത്തികെട്ടവനും അയാൾ പിന്നെ കൊണ്ടുവരുന്ന ഒരു ഐഡിയയും എടുക്കാൻ പാടില്ലെന്നാണോ? ഇല്ലല്ലോ. നമ്മുടെ നിയമം യഥാർത്ഥത്തിൽ ചില അഡ്വക്കേറ്റുമാരൊക്കെ ഇരുന്ന് പോലും ഇതുപോലെ തള്ളുന്നുണ്ട്. എനിക്ക് കേട്ടിട്ട് സങ്കടം. നമ്മുടെ നിയമസംഹിതയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം
അൺലെസ് ആൻഡ് അണ്ടിൽ ഹി ഈസ് ആസ് പ്രൂവ്ഡ് ആസ് എ കൾപ്രിറ്റ്, അല്ലെങ്കിൽ ഒരു കുറ്റവാളിയാണെന്ന് തെളിയുന്നത് വരെ നിയമത്തിൽ അയാൾ നിരപരാധിയാണെന്നാണ് നമ്മുടെ വ്യവസ്ഥ. ആണോ അല്ലേ? ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, അതവിടെ നിൽക്കട്ടെ, ഇത് ജനങ്ങൾ ചിന്തിച്ചാൽ മതി. ഇനി രണ്ടാമത്തെ പോയിന്റ്, യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ട താങ്കൾ അറിയേണ്ട ഒരു കാര്യം, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രജിസ്റ്റർ ചെയ്താൽ ആ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്നത് ഒരു ലീഗൽ എൻറ്റിറ്റിയാണ്. ഒരു റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനോ എക്സോ വൈയോ ആയിക്കോട്ടെ, അതൊരു ലീഗൽ എൻറ്റിറ്റിയാണ്. അവരുടെ ഒരു പ്രപ്പോസൽ, അതിവിടെ കേന്ദ്ര ഗവൺമെന്റ് നിയമമനുസരിച്ച് പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. അവർ പറഞ്ഞാൽ അത് കേൾക്കേണ്ട ബാധ്യതയുണ്ട്. 2. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, ഗവൺമെന്റ് ഇതിൽ ധൈര്യമായി പോകാം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നാളെ ഈ മുട്ടിൽ മരമുറി കേസോ മറ്റ് കേസുകളോ ഒക്കെ ഉള്ളവരാണെങ്കിലും അവരുടെ ഒരു മീഡിയ ഹൗസ് നടത്തുന്നവരാണ്, സ്ഥാപനം നടത്തുന്നവരാണ്. ആ സ്ഥാപനം നടത്തുന്ന കമ്പനിയാണ് ഇവർക്ക് ഈ പ്രപ്പോസൽ ഇടേണ്ട. ആ കമ്പനിയുടെ ഡയറക്ടർ ആരാണ്, കമ്പനി ഓതറൈസ് ചെയ്യുന്നത് ആരാണ് എന്നൊക്കെ ഗവൺമെന്റ് ചികഞ്ഞ് പരിശോധിക്കേണ്ട ഒരു ആവശ്യം ഇതിനകത്തില്ല. കാരണം എന്താ, ഗവൺമെന്റ് ഒരു പാലം പണിയാനോ ഒരു റോഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഗവൺമെന്റിൽ നിന്ന് ഫണ്ട് കൊടുത്തിട്ടോ ചെയ്യുന്നൊരു കാര്യമല്ല. പകരം ഈ കേരളത്തിൽ ആരും ചെയ്യാൻ തയ്യാറാകാതിരുന്ന ഒരു കാര്യം, ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഫണ്ട് കൊടുത്തോളാം എന്ന് പറഞ്ഞ ആളുകൾ വരുമ്പോൾ നിങ്ങൾ ഗവൺമെന്റ് ഒരു പോലും ചെലവ് ചെയ്യേണ്ട, പക്ഷെ ഒരു ഫെസിലിറ്റേറ്റർ എന്നുള്ള നിലക്ക് മാത്രം നിന്നാൽ മതി എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ ഒരു സ്പോർട്സിന് വലിയ ഉത്തേജനമാകാൻ പോകുന്ന യഥാർത്ഥത്തിൽ ഒരു കാര്യം അത് സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, കൂടെ നിൽക്കണം. അങ്ങനെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ പറയാണ്, ഇല്ല അതിന് ഈ പറയുന്ന പോലെ ഇവിടെ നിന്ന് എന്താണ് എറണാകുളം വരെ വന്ന് പെട്രോൾ അടിച്ചു കൊല്ലും, ഞങ്ങൾ വന്ന് കാശ് ചെലവാക്കില്ല, കാരണം 4500 രൂപ പെട്രോൾ ചാർജ് പോകൂലേ ഇന്നോവക്ക് എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ആ 4500 രൂപ പോകൂലേ എന്ന് ചിന്തിക്കുന്നത് പോലെ തന്നെയാണ് താങ്കൾ അറിയേണ്ടത് ഒരു വിദേശ യാത്രക്ക് 13 ലക്ഷം രൂപ മുടക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ളത്. അല്ലാതെ അതിനകത്ത് വേറെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമില്ല സാർ. പക്ഷെ എനിക്കിതിൽ അത്ഭുതം തോന്നുന്നത് 126 കോടി രൂപ മുടക്കി ഞങ്ങൾ മെസ്സിയെ കൊണ്ടുവരാം എന്ന് പറയുന്ന ഈ ആൻഡ്രോ അഗസ്റ്റിൻ എന്ന് പറയുന്ന അദ്ദേഹം പാപ്പർ ഹർജി ഫയൽ ചെയ്തിരിക്കുന്ന ഒരു മനുഷ്യനാണ്. പാപ്പർ സ്യൂട്ട് ഫയൽ ചെയ്തിരിക്കുന്ന ഒരു മനുഷ്യൻ 126 കോടി രൂപ മുടക്കാം എന്ന് പറയുന്നത് എന്ത്? അവിടെയാണ് ജനത്തിന് താങ്കളോട് ഭയങ്കര താല്പര്യവും എന്നോട് വെറുപ്പും തോന്നാൻ പോണത്. ജനത്തിന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട്. താങ്കൾ അറിയേണ്ട ഒരു കാര്യം, കമ്പനി ലോയിൽ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഏതെങ്കിലും കമ്പനി സെക്രട്ടറിയോടോ ഏതെങ്കിലും അഡ്വക്കേറ്റിനോടോ ഏതെങ്കിലും ചാർട്ടേഡ് അക്കൗണ്ടിനോടോ താങ്കൾ ഒരു കാര്യം വിളിച്ചു ചോദിക്കുക. താങ്കൾ ഒരു കമ്പനി, താങ്കൾക്ക് ഈ പറയുന്ന പാപ്പർ ഹർജി എന്നൊക്കെ പറയുന്നത് വളരെ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതവിടെ നിൽക്കട്ടെ. കാരണം ഒരാളുടെ കയ്യിൽ 1 രൂപ പോലും ഇല്ല, അതുകൊണ്ട് എനിക്ക് വോട്ടവകാശം പോലും ഇല്ല എന്ന് പറയുന്ന ഒരു കാര്യമാണത്. അങ്ങനെ ഈ ലോകത്ത് ഈ ഭൂമിയിൽ അങ്ങനെ ആയിപ്പോയിട്ടുള്ള നിരവധി ആളുകളുണ്ട്. താങ്കൾ അറിയേണ്ടത്, ഞാനിപ്പോൾ പേര് പറയുന്നില്ല എൻ്റെ സുഹൃത്തായതുകൊണ്ട്, എറണാകുളം ജില്ലയിലെ കൊച്ചിൻ കോർപ്പറേഷനിലെ ഏറ്റവും വലിയ കോൺട്രാക്ടർ ആയിരുന്ന ആളുടെ ആള് ഒരിടക്ക് ഇതുപോലെ പാപ്പരായി പോയതാണ്. പക്ഷെ ഇന്നിപ്പോൾ അയാൾ ഒരാഴ്ചയിൽ 2 കോടി രൂപയുടെ മറ്റേ പണി നടത്തുന്ന ഒരാളാണ്. അപ്പൊ അതുപോലെയൊക്കെ ബിസിനസ്സിൽ സംഭവിക്കാവുന്ന സാധാരണ കാര്യമാണ് ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, താങ്കൾ പാപ്പരാണെന്ന് തന്നെ വിചാരിക്കുക. താങ്കൾക്ക് ഒരു കമ്പനി, താങ്കളുടെ പേരിലല്ല വേറെ ആളുകളുടെ പേരിലാണ് കമ്പനി, ആ കമ്പനി 126 കോടി രൂപ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല. മനസ്സിലായി? 2. ഇനി മൂന്നാമത്തത്, ഇപ്പൊ ഇത്തരം ന്യായീകരണങ്ങൾ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ അറിയാമോ, ഓൾറെഡി പുള്ളി 126 കോടി രൂപ കൊടുത്തു എന്ന് പറഞ്ഞാൽ പുള്ളി കാശുണ്ടെന്ന് തെളിഞ്ഞു. ഇതിൽ ഗവൺമെന്റ് ഓക്കെ, നിങ്ങൾ 99% ഞങ്ങളിടും, 1% ഗവൺമെന്റ് ഇടുമെന്ന് പറഞ്ഞാൽ പോലും ഗവൺമെന്റിന് റിസ്ക് ഉണ്ട്. മറ്റത് ഞാൻ താങ്കളുടെ അടുത്ത് വന്നിട്ട് പറയണേ, ഞാൻ 100% കാശിനും ഞാൻ ഇതിൽ നിന്ന് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കും, ഞാൻ എന്ത് ചെയ്യും. പക്ഷേ ഇവിടെ നിങ്ങൾക്ക്, അതായത് നിങ്ങളുടെ പ്രദേശത്തിന്, കേരളം എന്ന് പറയുന്ന പ്രദേശത്തിനും കായിക പ്രേമികൾക്കും ഗുണകരമായ ഒരു സംഭവം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അയാളുടെ കയ്യിൽ പണമില്ലെന്ന് നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, 2021 22 ഇതുപോലെ കൊടുത്തതിന് ശേഷം 2024 ആകുമ്പോഴേക്കും അയാൾ ഹോട്ടൽ മേടിച്ചിട്ടുണ്ട്, അയാൾ റിപ്പോർട്ടർ TV മേടിച്ചിട്ടുണ്ട്, അതിൻ്റെ ഭയങ്കര ലോഞ്ച് നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൂടെ ആ കമ്പനിയുടെ കയ്യിൽ, അതായത് ഞാൻ പറഞ്ഞ ഏതാണോ പ്രൈവറ്റ് കമ്പനി, ആ കമ്പനിയുടെ കയ്യിൽ പണമുണ്ട് എന്ന് ഗവൺമെന്റിന് കൃത്യമായിട്ട് അറിയാം. അതിന് എന്താ മടിക്കേണ്ട കാര്യം? പിന്നെ ഇപ്പൊ ആ സംശയം പോലും ഉയർത്താൻ പറ്റില്ല. താങ്കൾ അറിയേണ്ടത് കാരണം എന്താണെന്ന് അറിയാമോ, ഓൾറെഡി കാശ് കൊടുത്തു. അപ്പൊ പിന്നെ നിങ്ങൾ നിയമപ്രകാരം ഒക്കെ ഉള്ള കുറച്ച് കോംപ്ലിക്കേഷൻസ് അതിനിടയിൽ ഇല്ലേ എന്നുള്ളതാണ് ഇനി അടുത്ത ചോദ്യം. അപ്പൊ ഓക്കെ, ഇപ്പൊ അത് വിട്ടു. ഇനി ഫെമ എന്റെ സംശയങ്ങളാണ് സാർ, താങ്കളുടെ സംശയങ്ങൾ ചോദിക്കണേക്ക് വിരോധമില്ല. ഞാൻ ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റും. എന്താ കാര്യം വെച്ചാൽ, ഇത് താങ്കളുടെ സംശയമാണെങ്കിൽ ഞാൻ വളരെ സോഫ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്താലേ. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല, ഇത് അതുകൊണ്ടല്ല, താങ്കളുടെ ഈ സംശയങ്ങൾ വന്നേക്കണ വഴി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങളും നമ്മുടെ ഇവിടുത്തെ ചില ആളുകളും കൂടി ഈ പറയുന്ന പോലെ അവരുടെ വെസ്റ്റഡ് ഇൻട്രസ്റ്റും താല്പര്യങ്ങളും കൊണ്ട് അവർ താങ്കളുടെ തലയിലേക്ക് കുത്തിച്ചു വെച്ച സാധനമാണ്. അതുകൊണ്ടാണ് എനിക്ക് ധൈര്യം. ഇനി ഞാൻ പറഞ്ഞു അടുത്ത്
ഈ 126 കോടി രൂപ അങ്ങോട്ട് അയക്കാൻ എത്ര പേരുടെ പെർമിഷൻ വേണമെന്ന് താങ്കൾക്കറിയാം? ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വരും. കടമ്പകൾ കിടക്കണം. താങ്കൾ ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഞാൻ ഐശ്വര്യയോട് പറഞ്ഞു, ഞാനിപ്പോൾ ഒരു 2 നമ്പർ ഇത് കഴിയുമ്പോൾ തരാം. അവർ ഒരു കമ്പനി സെക്രട്ടറിയും ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും അഡ്വക്കേറ്റ്സും ഒക്കെ അടക്കമുള്ള ഒരു വലിയ ഫേമാണ്. താങ്കൾ അവരെ വിളിച്ചിട്ട് പറയുക, എനിക്കൊരു ഇതിപ്പോൾ ഏതാണ്ട് 14.5 മില്യണാണ് 126 കോടി. അത് വേണ്ട പോട്ടെ, ഒരു 5 മില്യൺ ഇതിൻ്റെ 1/3 എനിക്ക് വിദേശത്തേക്ക് അയക്കണം, എന്തൊക്കെ നടപടിക്രമമുണ്ടെന്ന് ചോദിച്ചാൽ അവരൊരു ലിസ്റ്റിംഗ് കാർഡ് തരും. മനസ്സിലായി? ആ ലിസ്റ്റ് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാരൻ എനിക്ക് ഇത് അയക്കേണ്ട കോപ്പെന്ന് വിചാരിക്കും. മനസ്സിലായി? അത്രയും ലിസ്റ്റുണ്ട്. അപ്പം അതുപോലെ ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ നിന്നും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നും ബാക്കിയുള്ളവരുടെ കയ്യിൽ നിന്നുമൊക്കെ നിരവധി അനുമതികൾ മേടിച്ചിട്ടാണ് ഇത് അയക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, അപ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം മണ്ടന്മാരാണ്. കാരണം അവർക്ക് ഇൻകം ടാക്സിൻ്റെ ഓഫീസേഴ്സിന് അറിയില്ല, ആരെ അറിയില്ല, ഈ കാശ് എവിടെ നിന്ന് വന്നു എന്ന് അവർ ചോദിക്കില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങളിപ്പോൾ നാളെ ഈ മറ്റേ ഒരു ATM കുത്തി തുറന്ന് 126 കോടിയായിട്ട് തലക്ക് ചുമന്ന് കൊട്ടക്കായിട്ട് അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ചോദിക്കില്ലെന്നാണോ വിചാരിക്കണ? ഈ ബാങ്കിൽ നടന്നിട്ടുള്ള, ഈ അക്കൗണ്ടിൽ നടന്നിട്ടുള്ള ട്രാൻസാക്ഷൻ എന്താണ്, അതിൻ്റെ ഡീലിങ്സ് എന്താണ്, ഇത് ഏത് കമ്പനിയുടേതാണ്, കമ്പനിക്ക് വരുമാനം വന്നത് എവിടെ നിന്നാണ് എന്നുള്ളതൊക്കെ തന്നെ കഴിഞ്ഞ ഓരോ കൊല്ലവും ഇൻകം ടാക്സിലേക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയും അതനുസരിച്ച് ബാലൻസ് ഷീറ്റ് കൊടുക്കുകയും അതനുസരിച്ച് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ കണക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്യണം. അത് ചെയ്തിട്ടാണ് ഈ ഹോൾഡെയിൻ മേടിച്ചത്, അത് ചെയ്തുകൊണ്ടാണ് റിപ്പോർട്ടർ TV മേടിച്ചത്, അത് ചെയ്തുകൊണ്ടാണ് എല്ലാം മേടിച്ചത്. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ ആളുകൾ പറഞ്ഞു എങ്കിൽ പിന്നെ ആ ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾക്ക് തരുമെന്നാണ്. അങ്ങനെ തരാൻ ഒരാൾക്ക് താല്പര്യമില്ലെങ്കിൽ കൊടുക്കണ്ട. ഇന്റലിജൻസിന് കൊടുക്കാം. പക്ഷെ എന്റെ പൊന്നു സുഹൃത്ത്, GST ഇന്റലിജൻസിന് കൊടുത്തിട്ടുണ്ട്. ഗവൺമെന്റ് മെഷറി ആരാവശ്യപ്പെട്ടാലും ഇത് കൊടുക്കേണ്ടി വരും. കാരണം ഇവരുടെ ബാങ്ക് അക്കൗണ്ട് SBI ആണ്. SBIയിലേക്ക് നാളെ ഇൻകം ടാക്സിന്റെ ഒരു കമ്മീഷണർ ലെറ്റർ അയച്ചിട്ടുണ്ടെങ്കിൽ 15 മിനിറ്റിനകം അതിന്റെ 3 കൊല്ലത്തെ ഡീറ്റെയിൽസ് അവർ എന്ത് ചെയ്ത് കൊടുക്കും, അയച്ചു കൊടുക്കും. GST കമ്മീഷണർ നിങ്ങൾ അറിയേണ്ടതൊന്നും പറഞ്ഞു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ SBIയിൽ അതുപോലും വേണ്ടട്ടാ. ഏത് ഒരു SP വിളിച്ചിട്ടൊന്ന് പറഞ്ഞാൽ മതി, ഏത് ബ്രാഞ്ച് മാനേജറോടെ നിന്ന് ഒരു ചെറിയ സംശയമുണ്ട് ഒരു അക്കൗണ്ടിൻ്റെ, അത് ഒഫീഷ്യലി വരാൻ പറ്റില്ല, ഒരു അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ അപ്പം കൊടുക്കും. അപ്പം അങ്ങനെ കൊടുത്തിട്ടുണ്ട്. കോടികളുടെ ഇടപാട് അവർ അതിലൂടെ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഐശ്വര്യ ഒരു വ്യക്തിയാണ്, ഐശ്വര്യ പല സാധനങ്ങളും മേടിക്കുമ്പോൾ ഞാൻ തൊട്ടടുത്ത അയൽവക്കക്കാരൻ എന്നിട്ട് പറയുന്നത് അതിനൊക്കെ ഇവിടെ നിന്ന് സോഴ്സ് എന്നെ ബോധിപ്പിക്കണമെന്ന് പറഞ്ഞാൽ എന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി ഐശ്വര്യക്ക് ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ഐശ്വര്യ എന്ത് ചെയ്യും, ഇതിന്റെ സോഴ്സ് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് കേന്ദ്ര ഗവൺമെന്റ് ഇൻകം ടാക്സിനോ എന്ത് ചെയ്യും, ഒരു ലെറ്റർ കൊടുക്കുക. അവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് മറുപടി തരും. എന്തത് ഇതേ ഇങ്ങനെ ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്, ഇതാണ് കാര്യം, അല്ലെങ്കിൽ അതിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ അവരന്വേഷിക്കും. ഇത് ഒരു കാര്യം കൂടി പറയാം. ഇനി അടുത്തൊരു കാര്യം കൂടി പറയാം. ഇത് കൊടുത്താലും ഇവിടെ തീരുമോ പ്രശ്നം? കാരണം കൊടുത്താൽ അടുത്ത തവണ ഇൻകം ടാക്സ് എന്ത് ചെയ്യുമ്പോൾ മറ്റേ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം കാണിക്കണ്ടേ, ഇതിന്റെ സോഴ്സ് കാണിക്കണ്ടേ. പിന്നെ നിങ്ങൾ എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ ഇന്ത്യ രാജ്യത്ത് ഇതൊന്നും കാണിക്കാതെ, ഒരു ടാക്സും അടക്കാതെ ഒരാൾ വെറുതെ 126 കോടി രൂപ തലക്കോ വന്നിട്ടൊന്ന് കൊടുത്തെന്ന് പറഞ്ഞാൽ തലപ്രാന്തല്ലാതെ വേറൊന്നുമില്ല. സാർ, എനിക്ക് ഈ വിഷയത്തില് ഈ പറയുന്നത് പോലെ ആരാരെ പറ്റിച്ചു എന്നുള്ളതായിരുന്നു ഇന്നലെ നമ്മളുടെ ചോദ്യം. ആ ചോദ്യത്തില് എനിക്ക് ആ ചോദ്യമല്ല, ഈ ചോദ്യം സംബന്ധമാണ്. അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് വയലേറ്റ് ചെയ്തു എന്നൊക്കെ പറയണമെങ്കിൽ താങ്കൾ ഒരു സാമാന്യ കാര്യം മനസ്സിലാക്കണം. ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും കേന്ദ്ര ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും പെർമിറ്റ് ചെയ്തിട്ട്, ആ പെർമിറ്റ് ചെയ്യാന്ന് പറഞ്ഞ ഒരു 150 കാര്യങ്ങൾ അവരെന്ത് ചെയ്യും, പരിശോധിക്കും. നിങ്ങൾ ആർക്കാണ് അയച്ചു കൊടുക്കുന്നത്, നിങ്ങൾ എന്തിനാണ് അയച്ചു കൊടുക്കുന്നത്, നിങ്ങൾ ഇതാണ് അയച്ചു കൊടുക്കുന്നത്. താങ്കളോട് അതേ ഞാൻ പറഞ്ഞു, താങ്കളെ ഞാൻ ചലഞ്ച് ചെയ്യുന്നു. സത്യം പറഞ്ഞ ഇതൊന്നും പറഞ്ഞ് സത്യം പറഞ്ഞ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറയായിരുന്നാണ്. എന്താണെന്നറിയാമോ? ഓഹോ, അപ്പൊ ആൻഡ്രോയിഡ് ഇന്ന് കനത്തിൽ കിട്ടിയിട്ടുണ്ട് എന്ന് മറുപടി പറയും. അത് വേണ്ടല്ലോ എന്ന് വെച്ചാൽ പറയാറുണ്ട്. അന്നേ വന്നോട്ടെ, എനിക്ക് പുല്ലാണ്. ഞാൻ പറയണത് സത്യം പറഞ്ഞ ഇതൊന്നും ഞാൻ മീഡിയ വണ്ടിയിൽ ചർച്ചയ്ക്കിരുന്ന പോലും പറഞ്ഞില്ല. എന്താണെന്നറിയാമോ? ഞാൻ ഇത്രയും കാര്യങ്ങൾ സത്യസന്ധമായി തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? സത്യത്തിൽ താങ്കൾ ഞാൻ പറഞ്ഞ ഇതൊന്നും വേണ്ട. ഒരു 50 കോടി 100 കോടി ബിസിനസ് ചെയ്യുന്ന ആരോടെങ്കിലും, വിദേശത്തേക്ക് ഒരു എക്സ്പോർട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരാളുകളോട് പോലും ഒന്ന് വിളിച്ചു ചോദിച്ചു നോക്ക്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ചില വീഡിയോ കണ്ടിട്ടുണ്ട്, അമേരിക്ക എന്നൊരു വോയിസ് ക്ലിപ്പ്. എന്നിട്ട് ആ വോയിസ് ക്ലിപ്പ് നമുക്കറിയാലോ, ഇത് മറ്റേ കള്ളപ്പണം അങ്ങോട്ട് വിളിപ്പിക്കും. സത്യം പറഞ്ഞാൽ അതും ഇനി പൊളിയും. എന്താണെന്നറിയാമോ? 126 കോടി രൂപ പുള്ളി ഇവിടെ നിന്ന് കള്ളപ്പണമായിട്ട് അങ്ങോട്ട് കൊണ്ടുപോയെന്നാണ് ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ഒരു മിനിറ്റ്, ഒരു മാസം കഴിഞ്ഞ് ആ പണം മുഴുവൻ പുള്ളിയുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വന്നാൽ പിന്നെ കള്ളപ്പണം വെറുതെ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നാണെന്ന് പറയാൻ പറ്റുമോ? വെറുതെ ഒരു തമാശ. അതായത് പണ്ടിലെ ജെംസ് മിഠായിയുടെ ഒക്കെ പരസ്യം ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? ഒരു കാർ ഇങ്ങനെ വന്ന് നിൽക്കണം, അപ്പൊ 2-4 പെമ്പിള്ളേര് ചാടി ഇറങ്ങിയിട്ട് ഫ്രണ്ടിലെ വീല് ഊരണേ.
2 വീല്. അപ്പോൾ 3-4 പിള്ളേരും ബൈക്കിന് വരും, ചെത്ത് പിള്ളേർ ആൺപിള്ളേരൊക്കെ വന്ന് ബൈക്കിന് വരുമ്പോഴത്തേക്ക് ഒന്ന് പൂക്കീസ് വരും. പൂക്കീസ് വന്നിട്ട് ഈ ടയർ ഊരും. ഏത് ഫ്രണ്ടിൽ 2 ടയർ ഊരും. അപ്പോൾ ഇവർ പറയും ബാക്കിൽ 2 ടയർ കൂടി ഊരണമെന്ന് പറയും. അപ്പോൾ ബാക്കിൽ 2 ടയർ ഊരുക എന്ന് പറഞ്ഞാൽ ഇവന്മാർ വേർത്ത് കുളിച്ച് കഷ്ടപ്പെട്ട് ഊരണേ. ഇത് 4 നല്ല സുന്ദരികളായിട്ടുള്ള പെൺപിള്ളേരായതുകൊണ്ട്. അപ്പോൾ ലാസ്റ്റ് ഈ പെൺപിള്ളേർ പറയുന്ന പോലെ ഫ്രണ്ടിലെ ടയർ ബാക്കിലേക്കും ബാക്കിലെ ടയർ ഫ്രണ്ടിലേക്കും ഇടും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്തിനായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പെൺപിള്ളേരുടെ ഡയലോഗാണ്, ചുമ്മാ ബോറടിച്ചിട്ട് ടയർ മാറ്റിയിട്ടേക്കാന്ന് ചോദിച്ചു. അപ്പൊ അതേപോലെ ആൻഡ് ഓഗസ്റ്റ് ഒന്ന് ബോറടിച്ചപ്പോ ഒരു 126 കോടി രൂപ ഇങ്ങനെ കൈ കിടന്ന് പിടക്കുന്നുണ്ട്. ശരിയല്ല, അങ്ങോട്ട് അയച്ചേക്കാം അണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്നേക്കാം എന്ന് വിചാരിച്ചാ. അപ്പൊ ഇതിന്റെ പിന്നിൽ എന്റെ സംശയം ഇത്രേ ഉള്ളൂ. എന്റെ സംശയം, എനിക്കിതിനെക്കുറിച്ച് നല്ല ധാരണയുള്ള ഒരാളാണ് ഞാൻ. സത്യം പറഞ്ഞാൽ ഐശ്വര്യ അടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ തവണ ഞാനിത് മനഃപൂർവ്വം പറയണമെന്ന് വെച്ചാണ്, ഈ 126 കോടി രൂപ പോയിട്ട് ഐശ്വര്യ 26 കോടി രൂപ ഇവിടെ നിന്ന് അങ്ങോട്ട് അയക്കണമെന്നുള്ള പ്രൊസീജിയർ എന്താണെന്നൊന്ന് അന്വേഷിച്ചു നോക്കും. വേറെ ഒന്നും വേണ്ട, ഒന്ന് പ്രൊസീജിയർ എന്താണെന്ന് എന്ത് ചെയ്തു. ഇനി വേണ്ട, ഐശ്വര്യ ഒരു 50 കോടി രൂപ അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടണമെന്നായിരിക്കും. ഒരൊറ്റ മാസത്തിനകം നിങ്ങൾക്ക് ഇൻകം ടാക്സിന് നോട്ടീസ് വരും. ഇതിന്റെ കണക്കും ഇവിടെയാണ് എന്റെ ഒരു സംശയം വരണത്. എവിടെയാണ് ഇപ്പൊ 126 കോടി രൂപ 26 എന്നോട് അങ്ങോട്ട് അയക്കാൻ പറഞ്ഞല്ലോ. 26 രൂപ കയ്യിലില്ലാത്ത ഞാൻ 26 കോടി രൂപ അയക്കണം എന്ന് പറയുമ്പോൾ, അല്ല ഞാനൊരു ഉദാഹരണം പറയാണ്. അങ്ങനെ പറയുമ്പോഴത്തേന് സാറാണെങ്കിലും വിശ്വസിക്കില്ല, കൂടെ ഇരിക്കുന്ന ആകാശാണെങ്കിലും പറയും 26 കോടി രൂപ ഞാൻ അയക്കാം. എടാ ഞാൻ 26 കോടി നിനക്ക് തരാം, ഇത് ചെയ്താൽ മതി, ബാക്കി നീ ഒന്നും അറിയണ്ട, ഞാൻ ഫുൾ എടുത്തോളാം എന്ന് പറയുകയാണ്. അങ്ങനെ പറയുമ്പോൾ ബാക്കി കേൾക്കുന്നവർ എന്നെ അറിയാവുന്നവർ ചിരിക്കും. 26 കോടി രൂപ എൻ്റെ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഇരുന്ന് ചിരിക്കും. ഈ നമ്മുടെ ഗവൺമെന്റിനോട് ചെന്നിട്ട് പേപ്പർ ഹർജി ഫയൽ ചെയ്തിരിക്കുന്ന ഒരാൾ ചെന്നിട്ട് ഞാൻ 126 കോടി രൂപ അയച്ച് ഇങ്ങോട്ടേക്ക് മെസ്സീനെ കൊണ്ടുവരാൻ, നിങ്ങളൊന്നും അറിയണ്ട, നിങ്ങൾ ഒന്ന് അവിടെ പോയി കണ്ട് ഇതിന്റെ കാര്യം തിരക്കിയാൽ മതി എന്ന് പറഞ്ഞ ഉടനെ നമ്മുടെ മന്ത്രി ഈ 13 ലക്ഷവും മുടക്കിയിട്ട് അവിടെ പോയി തിരിച്ചു വരുന്നു. നടന്നില്ല. ഓക്കെ, ഇന്നലെ സാറ് പറഞ്ഞതുപോലെ 126 കോടി അങ്ങോട്ട് പോയത് തിരിച്ചു വേണം, എനിക്ക് സർവീസ് കിട്ടിയില്ല, തിരിച്ചു വേണം എന്ന് പറഞ്ഞ് ഇദ്ദേഹം ആൻഡ്രൂ അഗസ്റ്റിൻ റിട്ട് ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അദ്ദേഹം അത് ഫയൽ ചെയ്തു. ഈ നമ്മുടെ ഖജനാവിന്ന് പോയിരിക്കുന്ന, അതും ആൻഡ്രൂ അഗസ്റ്റിന്റെ വാക്ക് കേട്ട് മന്ത്രി മുടക്കിയിട്ടല്ല ഈ 13 ലക്ഷം രൂപ ഖജനാവിലേക്ക് തിരിച്ചു കിട്ടും. അത് വേണ്ട, അവർക്ക് വേണ്ട, അതിന്റെ ആവശ്യമില്ല. അത് ലോജിക്കലി ഇൻകറക്റ്റ് ആണത്. പിന്നെ താങ്കൾ പറഞ്ഞ ഈ കാര്യത്തിന് തന്നെ ചില കുഴപ്പങ്ങളുണ്ട്. താങ്കൾ പറഞ്ഞ ഉദാഹരണത്തിന് തന്നെ താങ്കൾ തന്നെ റിപ്പോർട്ടർ ചാനൽ തുടങ്ങാൻ വേണ്ടി ഒരു 300 കോടി രൂപ കൊടുത്തു. അവിടുത്തെ ഏറ്റവും മികച്ച എംപ്ലോയിക്ക് തന്നെ താങ്കൾ കഴിഞ്ഞ 2 കൊല്ലം കൊണ്ട്, താങ്കൾ 3 കൊല്ലം മുമ്പ് 4 കൊല്ലം മുമ്പ് പേപ്പർ ഹർജി ചെയ്തതാണ് ശരി. പക്ഷെ താങ്കൾ എന്ത് ചെയ്തു, ഇത് മേടിച്ചു. അത് കഴിഞ്ഞ് താങ്കൾ ഹോളിഡേ ഇൻ മേടിച്ചു, വേറെ 2 ഹോട്ടൽ കൂടി മേടിച്ചു. ഈ ഹോട്ടൽ കൂടി മേടിച്ചതിന് ശേഷം താങ്കൾ, ഞാൻ കേരളത്തിൻ്റെ മന്ത്രിയാണ്, താങ്കൾ എന്നെ കാണാൻ വേണ്ടി വരുന്നത്, ഇതൊക്കെ മേടിച്ചു എന്നൊക്കെ ഉള്ളത് എനിക്കും അറിയാം. എനിക്കും താങ്കളെ നേരത്തെ പരിചയമുണ്ട്. താങ്കൾ കാണാൻ വേണ്ടി വരുന്നത് ടൊയോട്ട വെൽഫെയർ എന്ന് പറയുന്ന 1.5 കോടി രൂപയുടെ വണ്ടിയിലാണ്. താങ്കളുടെ വീട്ടിലൊരു പോർഷെ കയൻ കിടക്കുന്നുണ്ട്. താങ്കളുടെ ഈ പറയുന്ന പോലെ 3 പേരും സഞ്ചരിക്കുന്നത് ഇതുപോലെ വില കൂടിയ കാറുകളിലാണ്. താങ്കൾ ഇത്രയും സാധനങ്ങൾ മേടിച്ചു എന്നറിയുന്ന ഞാൻ പിന്നെ അവിശ്വസിക്കേണ്ട കാര്യമുണ്ട് താങ്കളുടെ കയ്യിൽ കാശുണ്ടാന്ന്. ഇനി അങ്ങനെ ഒരു അവിശ്വാസത്തിന് പോലും പഠിച്ചാനുമില്ല. കാരണം എന്താ, ഇത് കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ചെന്ന് സംസാരിക്കുകയും പരിപാടികൾ നടത്തുകയും 126 കോടി രൂപ ഓൾറെഡി കൊടുക്കുകയും ചെയ്തു. പിന്നെ നമ്മൾ ഇനി അവരുടെ കയ്യിൽ കാശുണ്ടോ, അവർ പാപ്പരാണോ എന്നൊക്കെ സംശയിക്കുന്നതിന് വല്ല അർത്ഥം ഉണ്ടാ. 121 കോടി രൂപ യഥാർത്ഥത്തിൽ കൊടുത്തു, പുള്ളിയുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്ത് കൊടുത്തു. അപ്പൊ പിന്നെ നമ്മൾ എന്തിനാ സംശയിക്കുന്നത്? ഇനി രണ്ടാമത്തെ താങ്കൾ പറഞ്ഞ വാലിഡ് പോയിന്റ് കേൾക്കുമ്പോൾ ഭയങ്കര ഗംഭീരമാണെന്ന് തോന്നുന്നു. അത് പറഞ്ഞുതരാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നിൽക്കുന്ന എന്നോട് വിളിച്ചിട്ടൊരു ആളുകൾ പറയുകയാണ്, ഓക്കെ ഒരു പ്രൊജക്റ്റ് വരുന്നു, ആ പ്രൊജക്റ്റിൽ ഞാൻ കൺവിൻസ്ഡ് ആയി. അപ്പോൾ എന്നോട് പറയുകയാണ് നമ്മളൊന്ന് ബാംഗ്ലൂർ വെച്ച് കാണണം എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ 13 ലക്ഷം രൂപ പോയ പോലെ തന്നെ എന്നെ സംബന്ധിച്ച് വലിയ എമൗണ്ട് ആണെന്ന് ആയിരിക്കും 1 ലക്ഷം രൂപ. അപ്പോൾ ഞാൻ ഇവിടുന്ന് ബാംഗ്ലൂർക്ക് ടിക്കറ്റ് എടുക്കുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു, അവിടുത്തെ ലീല ഗ്രൂപ്പിന്റെ ഹോട്ടലിൽ താമസിക്കുന്നു. അപ്പോൾ അതിന് വീണ്ടും ഒരു 25,000-50,000 രൂപ വരും. അപ്പോൾ ഞാനൊരു 4 ദിവസം താമസിക്കുന്നു. അപ്പോൾ 2-3 ലക്ഷം രൂപ കളഞ്ഞിട്ട് ഞാനൊരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഇനീഷ്യേറ്റ് ചെയ്യുന്നു. അവർ ലാസ്റ്റ് അത് എന്ത് ചെയ്യുന്നില്ല. അപ്പം ഞാൻ വിചാരിക്കുന്നത്, എൻ്റെ 1 ലക്ഷം 2 ലക്ഷം രൂപ പോയാൽ അത് നഷ്ടമാണെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ അതൊരു, ഞാനൊരു എഫേർട്ട് ഇടുമ്പോൾ ചിലപ്പോൾ 10 പേരുടെ അടുത്ത് അത്തരത്തിലുള്ള ഒരു എഫേർട്ട് ഇടുമ്പോഴായിരിക്കും ഒരു കാര്യം എന്ത് ചെയ്യാൻ പറ്റുന്നത്, പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അല്ല, ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ. ഇത് ഏറ്റവും ആദ്യം ഗവൺമെന്റ് തന്നെ ഗോൾഡ് മർച്ചന്റ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ആളുകളുമായിട്ട് എന്ത് ചെയ്തതാണ്, സംസാരിച്ചതാണ്. അപ്പൊ അവരെ ഏറ്റവും ഒടുവിൽ ആദ്യം വന്നിരുന്ന ആളുകൾ പിൻവാങ്ങിയതാണ്. പിൻവാങ്ങിയപ്പോഴാണ് ഇവർ ഞങ്ങൾ വോൾഹട്ടഡിൽ ചെയ്തോളാം, ആ ചെയ്തോളാം എന്ന് പറയുമ്പോൾ അവരുടെ കയ്യിൽ പണമുണ്ട് എന്നുള്ളത് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം അല്ലെങ്കിൽ ഹോൾഡ് ഇൻ ഹോട്ടലിൽ മേടിക്കൂലല്ലോ.
ഇതൊക്കെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ അവർ മന്ത്രി വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടാവും. രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആ കണക്കെടുക്ക്, അതുപോലെ ബാക്കിയുള്ള കണക്കെടുക്ക്, റിപ്പോർട്ടർ ചാനൽ റീലോഞ്ചിന് എത്ര രൂപ വന്നു കണക്കെടുക്ക്, എത്ര 45 വണ്ടികൾ ബുക്ക് ചെയ്തു കണക്കെടുക്ക് എന്ന് പറയുമ്പോൾ അവർക്കറിയാം. അപ്പൊ അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് യഥാർത്ഥത്തിൽ കേരളത്തിൽ ആരും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇനി താങ്കൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, താങ്കൾ പറയുന്നതിന്റെ ലോജിക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ഗംഭീരമായിട്ടൊന്നും, അതിന്റെ മണ്ടത്തരം കൂടി ഞാൻ പറഞ്ഞിടാം. ഒരാളൊരു ഐഡിയ ആയിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നു, അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അവനെ അവിശ്വസിക്കണം എന്നാണെങ്കിൽ ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ മന്ത്രിക്ക് അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് സുഹൃത്തെ. ആ സ്വാതന്ത്ര്യത്തിന്റെ പുറത്താണ് മന്ത്രി എന്ത് ചെയ്ത് പോയത്. ആ കാശ് നഷ്ടമായി പോയല്ലോ എന്ന് പറഞ്ഞാൽ നഷ്ടമാകും. അങ്ങനെ 10 പ്രൊജക്ടുകൾ ഒരു മിനിറ്റ് അങ്ങനെ 10 പ്രൊജക്ടുകൾ ചിലപ്പോൾ ചെയ്യുമ്പോഴത്തേക്കും, താങ്കളോട് ഞാൻ വിശദമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. ഒഡീഷ ഇന്ത്യയുടെ ഹോക്കി ക്യാപിറ്റൽ എന്ന് അറിയപ്പെടണം. എങ്ങനെ അറിയപ്പെടണം അറിയോ താങ്കൾക്ക്? ഇതുപോലെ 13 ലക്ഷമല്ല, കോടിക്കണക്കിന് രൂപ മുടക്കി ആദ്യം പഠനം നടത്തിയിട്ട് അവരുടെ കുട്ടികളെ എങ്ങനെയാണ് സ്കൂളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് പുള്ളി ആലോചിച്ചു. സ്കൂളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആലോചിച്ചപ്പോൾ ആദിവാസി ഗോത്രവർഗ്ഗക്കാരിലെ കുട്ടികൾ ആരും സ്കൂളിലേക്ക് വരില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു, നവീൻ പട്നായിക് എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നമുക്ക് അവർക്ക് 1500 രൂപ ഇങ്ങോട്ട് വരികയാണെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. കൂടാതെ അവിടെ കളിസ്ഥലങ്ങൾ പടുത്തു. അവിടെ യഥാർത്ഥത്തിൽ ഭുവനേശ്വർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഹോക്കി ക്യാപിറ്റലാക്കി മാറ്റി. ഇതിനു വേണ്ടി നിരവധി പണം ഏറ്റവും ആദ്യം ഇൻവെസ്റ്റ് ചെയ്തു. ആ ഇൻവെസ്റ്റ് ചെയ്ത പണത്തിൽ നിന്ന് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യൻ ടീമിലെ 40 പേരിൽ 6 പേര് അവിടെ നിന്നാണ്. പക്ഷെ ഇത് വിജയിക്കാതെ എങ്ങാനും പോയാൽ താങ്കൾക്കും പറയാം, എടാ നവീൻ പട്നായിക്, നീ നമ്മുടെ കാശ് കൊണ്ടേ കളഞ്ഞല്ലേ എന്ന് പറയാം. പക്ഷെ അങ്ങനെ കാശ് കളഞ്ഞുകൊണ്ട് ചില എഫേർട്ടുകൾ, ചില പ്രൊജക്റ്റുകൾ, ചില ഇനീഷ്യേറ്റീവുകൾ നമ്മുടെ ഭാഗത്ത് നിന്ന് എടുക്കേണ്ടി വരും. ഇനി ഞാൻ തിരിച്ചൊരു കാര്യം താങ്കളോട് ചോദിക്കുന്നു. 126 കോടി രൂപ മറ്റേ പുള്ളിക്ക് ഇപ്പം തിരിച്ചു കിട്ടുമല്ലോ. ഇതേ അഗസ്റ്റിൻ ബ്രദേഴ്സും അഗസ്റ്റിനും ഈ ആൻഡോ അഗസ്റ്റിനും ഒക്കെ എത്ര തവണ ഇതിനു വേണ്ടി വിദേശത്ത് പോയിട്ടുണ്ടാവും, എത്ര തവണ ശരിക്കും ചാർട്ടേഡ് അക്കൗണ്ടിന് കാശ് കൊടുത്തിട്ടുണ്ടാവും, എത്ര തവണ ഉദ്യോഗസ്ഥർക്ക് കാശ് കൊടുത്തിട്ടുണ്ടാവും, ഈ ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതിന് മാത്രം എത്ര രൂപ കൊടുത്തിട്ടുണ്ടാവും. ഞാൻ താങ്കളോട് തുറന്ന് പറയാം, മിനിമം 2 കോടി രൂപ ഉണ്ടാവും. മനസ്സിലായി? അത് തിരിച്ചു കിട്ടുമോ? അപ്പൊ ഇല്ല. അവരുടെ ബുദ്ധി, അവരുടെ ആഗ്രഹം, അവരുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് അവർ ഇനിഷ്യേറ്റ് ചെയ്ത് പോകുന്നത്, അവരുടെ ആഗ്രഹത്തിനല്ലത്. ഇത് തെറ്റായ കാര്യമാണ്. യഥാർത്ഥത്തിൽ മെസ്സി ഇവിടെ വന്നതുകൊണ്ട് ആൻഡോഗസ്റ്റ് എന്താ മെച്ചമുള്ളത്? ആൻഡോഗസ്റ്റ് ഒരു മിനിറ്റ് അദ്ദേഹത്തിന് മെച്ചം ഉണ്ടാകാൻ പോകുന്നത് ചിലപ്പോൾ ശരിയാണ്. ഇപ്പൊ ഒരു മെച്ചം ഉണ്ടാകുന്ന താങ്കൾ ഉദ്ദേശിക്കുന്ന പോലെ അതങ്ങനെ മെച്ചം ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. യഥാർത്ഥത്തിൽ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അത് സെല്ല് ചെയ്യാനും പറ്റുള്ളൂ. അല്ലാതെ കേരള ഗവൺമെന്റ് ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, സെല്ല് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത്തരത്തിൽ ഒരാളെ സെല്ല് ചെയ്യാൻ കിട്ടിയാൽ അവനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കണം എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, കേരളത്തിലേക്ക് മെസ്സി വന്നാൽ എന്താ സംഭവിക്കുക? ശരിക്കും പറഞ്ഞാൽ മെസ്സി വരികയാണെങ്കിൽ പോലുള്ള കാര്യമില്ല. അർജന്റീനയുടെ ലോകകപ്പ് കളിച്ച ടീം മൊത്തം കേരളത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഫുട്ബോൾ രംഗവും കായിക രംഗത്തിനും വലിയ ഉണർവേകുന്ന ഒരു കാര്യമാണത്. അപ്പൊ അത്തരത്തിൽ വലിയ പ്രചോദനം ഉണ്ടാകാനും അതിന്റെ പുറകെ ഇനീഷ്യേറ്റീവായി ഫോളോ അപ്പ് പരിപാടികൾ ഗവൺമെന്റ് ആവിഷ്കരിക്കാനും തുടങ്ങിയാൽ കേരളത്തിന്റെ ഈ പറഞ്ഞ പോലെ കായിക രംഗം വലിയ മെച്ചപ്പെടുത്തുന്നതിന് വലിയ സംഭാവന നൽകാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ തന്നെ താങ്കൾ അറിയേണ്ടത്. ഭുവനേശ്വറിൽ മറ്റേ ഇന്റർനാഷണൽ ഹോക്കി സ്റ്റേഡിയം പണിയുമ്പോഴും ബാക്കിയുള്ളത് പണിയുമ്പോഴും ഈ ഗോത്രവർഗ്ഗക്കാർ പിള്ളേരെ കളിപ്പിക്കാനാണെന്ന് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ വിഷൻ 10 കൊല്ലം നീണ്ടു നിന്നുകൊണ്ടും ജനങ്ങൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്തുകൊണ്ടും അവിടെ എന്ത് ചെയ്തു, മാറ്റം ഉണ്ടായി. ഇപ്പൊ പരാജയപ്പെടുത്തി, അത് ശരിയല്ലേ. പക്ഷെ അത്തരത്തിലുള്ള വലിയ നീക്കങ്ങൾ ഓരോ ഗവൺമെന്റിന്റെ കാലത്തും എന്ത് ചെയ്യേണ്ടി വരും, എടുക്കേണ്ടി വരും. അത് കേട്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ, ഇഷ്ടമില്ലാത്ത അച്ചിയാവുമ്പോഴേക്കും നരേന്ദ്രമോദി പോയിട്ട് 10 ലക്ഷം രൂപയുടെ കോട്ട് മേടിക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ പിണറായി വിജയൻ പോകുമ്പോൾ അത് ശരിയല്ലല്ലോ എന്ന് പറയും. VD സതീശൻ ഫ്ലൈറ്റിൽ കയറുമ്പോൾ അത് കുഴപ്പമില്ലെന്ന് പറയും. പക്ഷെ പിണറായി വിജയൻ കയറണം ശരിയില്ലെന്ന് പറയും. അത്രേ ഉള്ളൂ കാര്യം. ഇത് യഥാർത്ഥത്തിൽ വളരെ വിഷണറി ആയിട്ടുള്ള, വളരെ കൃത്യമായി ഒരു കായിക ലോകത്ത് സംഭാവന ചെയ്യണമെന്ന് തീരുമാനിക്കാൻ കഴിയുന്ന ഒരാളുടെ ഗംഭീരമായിട്ടുള്ള പ്രൊജക്റ്റാണ്. ആ പ്രൊജക്റ്റ് നടപ്പിലാക്കാൻ അതിമിടുക്കരായിട്ടുള്ള ആളുകളെ ഏൽപ്പിക്കാൻ പറ്റും. ഇനി താങ്കൾ ചോദിക്കാത്തൊരു ചോദ്യത്തിനൂടെ ഞാൻ ഇവിടെ തരുന്നത്. ഇതിലൊറ്റ കാര്യം പറയാനുള്ളത് എന്താണെന്നറിയാമോ? ഇതിൽ ഈ നമ്മുടെ 1 കോടി രൂപ പുള്ളി മറ്റേ ചലഞ്ച് വെച്ചപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീജിത്ത് പണിക്കർ എന്ന് പറയുന്ന ബുദ്ധിമാൻ വന്നിട്ടൊരു കമന്റ് ഇട്ടുണ്ട്. ബുദ്ധിമാൻ അറിയാത്തതല്ലേ ഇത്, പുള്ളി വന്നൊരു കമന്റ് ഇട്ടുണ്ട്, എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് കാണിച്ചാൽ ഞാൻ എന്ത് ചെയ്യാമെന്ന്. അതായത് താല്പര്യപത്രം ക്ഷണിച്ചതോ നിങ്ങളുടെ ടെൻഡറിലൂടെയാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്. ഞാൻ 2 കോടി രൂപ അങ്ങോട്ട് തരാം. അവിടെ നിൽക്കട്ടെ, എനിക്കറിയാം ചോദ്യം ഉണ്ടാവുമെന്ന്. ചോദ്യം കേൾക്കാം. ഇത് പാലം പണിയോ റോഡ് പണിയോ ഇവിടെ 25 പേര് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പ്രൊജക്റ്റ് അല്ല ഇത്.
സത്യത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഗോട്ടാഡ് LLP എന്ന് പറഞ്ഞ അവരാണ് ഏറ്റവും ആദ്യം ഈ പ്രൊജക്ട് കൊണ്ടുവരുന്നതെങ്കിൽ അവർക്ക് ഈ പ്രൊജക്ട് കൊടുക്കണമെന്ന് ഞാൻ പറയാം. കാരണം എന്ന് വെച്ചാൽ അവരുടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. നാളെ നന്ദകുമാറിൻ്റെ അടുത്തോട്ട് ഞാൻ വന്നിട്ട് ഒരു കാര്യം പറയുന്നു, രതീഷ് ചക്രവാണി വന്നിട്ട് പറയുന്നു, നന്ദകുമാറെ ഇത്തരത്തിൽ ഇത് ക്രൈം ഡെവലപ്പ് ചെയ്യാനായിട്ട് ഞാനൊരു ഗംഭീരമായ പ്രൊജക്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ മാസങ്ങളുടെ അധ്വാനം ഒരുക്കത്. ആ അധ്വാനം ഉണ്ടാക്കിയതിന് ശേഷം അതെല്ലാം മേടിച്ചു വെച്ചിട്ട് നന്ദകുമാർ പറഞ്ഞു ഓക്കെ വെരി ഗുഡ്, കലക്കി, ഗംഭീരം, സൂപ്പർ ഐഡിയ. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, ഞാനൊന്ന് ടെൻഡർ ക്ഷണിക്കട്ടെ എന്ന് പറയരുത്. അപ്പോൾ അതായത് 10-20 പേര് ടെൻഡർ ക്ഷണിച്ച് ഇപ്പം ഞങ്ങൾ 5 കോടി, ഞാനൊരു കാര്യം ചെയ്യാം, എന്നോട് നെഗോഷിയേറ്റ് ചെയ്യാം, നിങ്ങൾ 5 കോടി പറയില്ല 3 കോടിക്ക് ഞാൻ പറയാം. പക്ഷെ അല്ലാതെ ടെൻഡർ വിളിച്ചിട്ട് പറയണേന്ന് ഒരാൾ 2.55 കോടി രൂപ പറഞ്ഞിട്ടുണ്ട്, അപ്പം എന്ത് ചെയ്യാം, ഞാൻ അവർക്ക് കൊടുക്കണേന്ന് പറയുന്നത് മര്യാദകേടാണ് ഈ ലോകത്ത്. പക്ഷെ കേരളത്തിൽ ഇതൊക്കെ ചിലവാകും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റയടിക്ക് ഒരു കാര്യം പറഞ്ഞാൽ ജനത്തിന് തോന്നും ആഹോ ഗംഭീരം, ശരിയാണ്, ടെൻഡർ അടിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതേ മെസ്സിയെ കൊണ്ടുവരാൻ താല്പര്യമുള്ളവരുടെ താല്പര്യപത്രം ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? യഥാർത്ഥത്തിൽ ഗോൾഡ് മർച്ചൻസ് അസോസിയേഷൻ അടക്കം പല ആളുകളും ഇവിടെ സമീപിച്ചതിന് ശേഷം അവരാരും തയ്യാറാകാതെ ഒരാൾ തയ്യാറായി കിട്ടുന്നു. ആ കിട്ടിയ ആൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഒരു പോലും മുടക്കണം എന്ന് പറയുന്നില്ല. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു, അയാളെ പ്രോത്സാഹിപ്പിക്കുക എന്നല്ലാതെ വേറൊന്നും ചെയ്യാനല്ല. പിന്നെ അയാൾക്ക് മറ്റു പല ബാക്ക്ഗ്രൗണ്ടുകളും ഉണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പറയാം. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അയാളെ ഏൽപ്പിക്കണമെന്ന് പറയുന്ന ചോദ്യത്തിനൊരു ന്യായമുണ്ട്. പക്ഷെ അതുപോലും നിഷ്കളങ്കമല്ലെന്ന് പറയാൻ കാര്യം, ഇതൊന്നും അറിയാത്ത ആളുകളാണോ ഐശ്വര്യ 126 കോടി രൂപ കള്ളപ്പണം കടത്തിയതാണെന്ന് വാർത്ത എഴുതുന്നത്? ഇതൊക്കെ അറിയാത്ത ആളുകളാണോ 126 കോടി രൂപ മറ്റേ എവിടെ നിന്നാണ് സോഴ്സ് അന്വേഷിക്കണമെന്ന് പറയുന്നത്? എന്തൊരു മണ്ടത്തരമാണെന്ന് താങ്കൾക്ക് മനസ്സിലായി? ഇതെല്ലാം സമ്മതിക്കുന്നു. തിരിച്ചു വരുമ്പോ നമ്മൾ ആദ്യം പറഞ്ഞൊരു ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. എന്തുകൊണ്ട് ഇപ്പോൾ 126 കോടി രൂപ ആന്റോ അഗസ്റ്റിൻ പറ്റിച്ചോ ഇല്ലയോ അതെല്ലാം മാറ്റി വെച്ചിട്ട് ഇപ്പുറത്ത് മറ്റൊരു കാര്യത്തിലേക്ക് വരട്ടെ. CPIയുടെ മന്ത്രിയായിരുന്ന രാജുവാണ് ഈ കാര്യത്തിൽ ഇടപെട്ടതെന്ന് പറയുന്നുണ്ടല്ലോ. അദ്ദേഹം പുറത്ത് വന്നിട്ട് മെസ്സി വരും കേട്ടോ എന്ന് പറയുന്ന റഹ്മാനും അബ്ദുറഹ്മാനും ഇവരൊക്കെ കൂടി വന്നിട്ട് ഞങ്ങൾക്കും കൂടി ഇതിൽ ഉത്തരവാദിത്വം ഉണ്ട്, ഇങ്ങനെ ആയിരുന്നു സംഭവം. ഇപ്പൊ താങ്കൾ വിശദീകരിച്ചതുപോലെ അവർ വന്നിട്ട് എന്തുകൊണ്ട് ഇത് വിശദീകരിക്കുന്നില്ല? മാധ്യമങ്ങൾക്ക് മുന്നിലൊന്നും ക്ലാരിഫിക്കേഷൻ കൊടുത്താൽ വെരി ഗുഡ്, നല്ല ചോദ്യം. പറയാം, എന്താന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഈ നാട്ടിൽ ആളുകൾക്ക് നെഗറ്റീവ് കേൾക്കാൻ മാത്രമേ ഇഷ്ടമുള്ളൂ. പോസിറ്റീവ് ഇഷ്ടമുള്ള ആളുകളും ഉണ്ട്. അല്ല പറഞ്ഞുതരാം. ഒന്ന് നെഗറ്റീവ്. പിന്നെ രണ്ടാമത്തത്, ഇത് രതീഷ് ചക്രവാണിക്ക് ധൈര്യമായിട്ടിരുന്ന് പറയാം. കാരണം എന്ന് വെച്ചാൽ വീഡിയോ കണ്ടാലും കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. മൂന്നാമത്തെ കാര്യം, രതീഷ് ചക്രവാണി നാളെ ഇലക്ഷൻ നിൽക്കാൻ തൽക്കാലം തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ജനം വോട്ട് ചെയ്താലും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഞാൻ താങ്കളോട് തിരിച്ചൊരു കാര്യം ചോദിക്കുന്നു. ശബരിമലയിൽ സ്ത്രീ പ്രവേശനം വേണമെന്ന് വളരെ അധികം ലേഖനങ്ങൾ എഴുതുകയും ആവേശത്തോടെ പറയുകയും ചെയ്തിട്ടുള്ള ഒരാളുകളായിരുന്നു BJPയും RSS നിലപാട് ഇപ്പോഴും അതാണ്. രാജഗോപാൽ ലേഖനം എഴുതി, സുരേന്ദ്രൻ ഈ പറയുന്ന പോലെ വേണമെന്ന് ആവശ്യപ്പെട്ടു. രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളോടക്കം ഈ വിധിയെ സ്വാഗതം ചെയ്തു. CPMും സ്വാഗതം ചെയ്തു. 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ജനവികാരം എതിരാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവരെന്ത് ചെയ്തു, ചാടി, ശരിക്കും പറഞ്ഞാൽ കൈകുത്തി ചാടി അപ്പുറത്തേക്ക്. കൈ ഇങ്ങനെ കുത്തിയിട്ട് എന്ത് ചെയ്തു, മലക്ക പറഞ്ഞ അപ്പുറത്തേക്ക് ചാടി. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ 2 കുഴപ്പങ്ങളുണ്ട്. ആ 2 കുഴപ്പങ്ങൾ, ഒന്ന്, പണമുള്ളവൻ്റെ അടുത്ത് നമുക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം നിന്നാൽ അവൻ്റെ ഭാഗത്തിന് ന്യായം ഉണ്ടെങ്കിൽ പോലും നമ്മൾ നിന്നാൽ താഴെ വരാൻ പോകുന്ന ഒരൊറ്റ ചീത്തപ്പേരുള്ളൂ. എന്താണെന്നറിയാമോ? ഞാൻ വേറൊരു ചാനലിൽ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ റിപ്പോർട്ടർ ചാനലിൽ ചെന്നിരുന്നു. അവിടെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി, അവിടെ എഡിറ്ററാണ്, ഏറ്റവും മുതിർന്ന പോസ്റ്റാണ്, അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ നിന്നൊരു ചായയും പഴംപൊരിയും കഴിച്ചെന്ന് പറഞ്ഞു. അവിടെ തന്നെ. അപ്പോൾ ആ പറഞ്ഞതിന് താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത്. അപ്പോൾ ഞാനത് പ്രതീക്ഷിച്ചിട്ടേ ചെയ്തത് എത്രത്തോളം വരുമെന്ന്. ചായയും പഴംപൊരിയും കഴിച്ചതിന് ഈ തള്ളു മതി എന്ന് പറഞ്ഞു. മനസ്സിലായി? അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഇത് പണക്കാരായ സാമ്പത്തികമുള്ള ആളുകളുടെ ഒപ്പം നമ്മൾ നിന്നാൽ ഉടനെ തന്നെ വരാൻ പോണത് അവൻ്റെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കാശ് മേടിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, അബ്ദുറഹ്മാൻ അറിയാം, ഇത് എത്രയൊക്കെ തന്നെ വിശദീകരിച്ചാലും ഇവിടെയുള്ള മാധ്യമങ്ങൾ ഇത് കൊടുക്കാൻ പോകുന്നില്ല. കാരണം അവരിത് അറിയാതെ ചെയ്യുന്നൊരു പ്രവൃത്തിയല്ല. ഉറക്കമാണെങ്കിൽ നമുക്ക് എഴുന്നേൽപ്പിക്കാം, ഉറക്കം നടിക്കുന്നവനെ നമുക്ക് എഴുന്നേൽപ്പിക്കാൻ പറ്റില്ല. ഇനി ഒരു കാര്യവും കൂടി, കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തി, 42 മിനിറ്റ്. ഞാനിപ്പോൾ കണക്ക് കൃത്യമായിട്ട് എടുത്തു വെച്ചിട്ടില്ല. ഒരു മാധ്യമം കൊടുത്തത് 8 മിനിറ്റ്, ബാക്കി മിക്ക മാധ്യമങ്ങളും കൊടുത്തത് 3 മിനിറ്റിൽ താഴെ. പക്ഷെ ആകെ കൊടുത്തത് കൈരളി മാത്രം 42 മിനിറ്റ് ഒരുമിച്ച് കൊടുത്തു. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇവിടുത്തെ മാധ്യമങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവരവർക്ക് താല്പര്യമുള്ളത് മാത്രമേ അവർ പുറം ലോകത്ത് അറിയിക്കാൻ താല്പര്യപ്പെടുന്നുള്ളൂ.